പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ലെബനനിലെ പേജർ സ്ഫോടനത്തിൽ മലയാളിയുടെ ബൾഗേറിയൻ കമ്പനിയിലേക്ക് കൂടി അന്വേഷണം നീളുകയാണ്. നോർവീജിയൻ പൗരനായ മലയാളി റിൻസൺ ജോസിന്റെ കമ്പനിയാണ് പേജർ വാങ്ങാനുള്ള കരാറിൽ ഏർപ്പെട്ടിരുന്നത്. ഇപ്പോൾ റിൻസന്റെ ബന്ധു പ്രതികരിക്കുന്നുണ്ട്. തത്സമയം എല്ലാവർക്കും നല്ല അഭിപ്രായം. അത് അയൽവാസികളൊക്കെ ഇവിടെ നിങ്ങളെ ബാക്കിൽ ചുറ്റുമൊക്കെ നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല അഭിപ്രായം. അതായത് എങ്ങനെ അതെ അതെ ഭാര്യയായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിട്ടില്ല. സ്വിച്ച് ഓഫ് അല്ല, അടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. ഇപ്പം പിന്നെ ഈ അടുത്ത ടൈം വിളിച്ചായിരുന്നു, കിട്ടിയിട്ടില്ല. എന്തോ ഒരു ചതിപ്രയോഗം നടന്നിട്ടുണ്ടെന്നാണ് നമ്മളെ കണക്കൂട്ടൽ. എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളിവിടെയല്ലേ. നോർവേയിൽ ഇപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണം, എന്നാലേ അറിയൂ. ഞാനിവർ അമ്മേൻ്റെ ആങ്ങളെയാണ്. അതെ അതെ, മലയാളികളൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഇപ്പം അല്ലേ ഞങ്ങൾ അറിയുന്നത്. നിങ്ങളെല്ലാം കൂടെ വരുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നമ്മളറിയുന്നത്. അത് ഞാൻ അറിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റേ ആയിട്ടുള്ളൂ. ഇല്ല, പോലീസുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല. ഇവർ സംസാരിക്കാൻ പറ്റിയ ആളുകളും അല്ല. ഇദ്ദേഹമൊക്കെ അയൽവാസികളാണ്. ചോദിച്ചു നോക്കാം, മോനെ അറിയും. അതുകൊണ്ട് അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നന്ദി, നമസ്കാരം. നോർവീജിയൻ പൗരനായ മലയാളി റിൻസൺ ജോസിന്റെ കമ്പനിയിലേക്ക് കൂടി ഈ പേജർ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നീളുകയാണ്. ഈ പേജർ വാങ്ങാനുള്ള കരാറിൽ ഏർപ്പെട്ടിരുന്നത് റിൻസന്റെ കമ്പനിയാണ് എന്നുള്ളതാണ്. വൈഫും കുഞ്ഞെല്ലാം ഉണ്ടായിരുന്നു. അവർ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ കാണലുണ്ട്. നല്ല അഭിപ്രായം. അത് ഈ നാട്ടിൽ ആരും അവരൊക്കെ ആ കുടുംബത്തെ കുറിച്ച് മോശപ്പെട്ടുള്ള അഭിപ്രായം പറയില്ല. അതുമല്ല, കുട്ടികളെല്ലാം എല്ലാം കൊണ്ടും ഇത് തന്നെയാണ്. ഒരു അങ്ങനെ ഒരു മനസ്സിൽ കറയുള്ള സൈസല്ല സാധനങ്ങൾ. ഓക്കെ. റിൻസനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ വലിയ നടുക്കമാണ് നാട്ടുകാർക്ക്, ബന്ധുക്കൾക്കൊക്കെ ഉള്ളത്. ഇങ്ങനെ ഒരു പശ്ചാത്തലം റിൻസനുള്ളതായി ആരും അറിയില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം പുതിയതാണ്. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന, നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു കമ്പനി ഈ കമ്പനിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലൊന്നും യാതൊരു വിവരവുമില്ല എന്നാണ് ബന്ധുക്കളും റിൻസന്റെ വീടിന് സമീപത്തുള്ളവരുമൊക്കെ പ്രതികരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, ഇപ്പോൾ ഈ പുറത്തു വരുന്ന വിവരങ്ങൾ, ഈ കമ്പനിയെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. റിൻസനെ പരിചയമുള്ള ഒരാൾ നെൽവിൻ നേരത്തെ നമ്മളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് കൂടുതലായി മനസ്സിലാക്കാൻ കഴിയുന്നത്? നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഒന്നും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. എന്താണ് അവർ പ്രതികരിക്കുന്നത്? മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താണ് സുർജിത്ത്? ഒരു തരത്തിലുള്ള ഒരു എതിരഭിപ്രായമോ മറ്റോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരാളാണ് റിൻസൺ എന്നാണ് പറയുന്നത്. ഈ പ്രദേശത്ത് എല്ലാവരും അറിയുന്ന ആളാണ്. അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നക്കാരനായി അവതരിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരാളല്ല എന്ന് തന്നെയാണ് ഇവർ തീർത്ത് പറയുന്നത്. ഇദ്ദേഹം താമസിച്ചിരുന്നത് ബൾഗേറിയ എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു. അവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഇവർക്ക് കിട്ടുന്ന വിവരം. അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള അമ്മാവനായിട്ടുള്ള തങ്കച്ചനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഈ നാടിനെ സംബന്ധിച്ച് അത്ര ഒരു പ്രശ്നക്കാരനായി നിൽക്കുന്ന ഒരാളല്ല എന്നുള്ളത് തന്നെയാണ് ഇവർ സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. ഇന്ന് ഏറ്റവും ഒടുവിൽ വന്നു പോയത് നവംബർ മാസത്തിലാണ്. അതിനുശേഷം നവംബർ മാസത്തിൽ വന്നു, ജനുവരിയിൽ ഇവിടെ നിന്ന് മടങ്ങി എന്നുള്ളതാണ് ഈ അമ്മാവനായിട്ടുള്ള തങ്കച്ചൻ പറയുന്നത്. അതോടൊപ്പം ഈ ഏത് സ്ഥാപനമാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇവർക്ക് വ്യക്തത ഇനിയും വന്നിട്ടില്ല. ഏത് സ്ഥാപനമാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഈ പേജർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് അന്വേഷിക്കുന്ന ഒരാളാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ്. പക്ഷേ മിനിഞ്ഞാന്ന് വിളിച്ചിരുന്നു എന്ന് പറയുന്നു. ഭാര്യയും ഒത്താണ് ഈ ബൾഗേറിയയിൽ കഴിയുന്നതെന്നും പറയുന്നുണ്ട്. മിനിഞ്ഞാന്ന് വിളിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ഈ വീട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട സംസാരിക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് വ്യക്തമാവുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട്, ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇടനില നിന്നു എന്നുൾപ്പെടെയുള്ള ആക്ഷേപം, ആരോപണങ്ങൾ, പരാതി ഇതെല്ലാം തന്നെ ഉയരുന്നൊരു പശ്ചാത്തലത്തിൽ അങ്ങനത്തെ ഒരാളല്ല എന്ന് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ വിശദമായി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ അമ്മാവൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി സംസാരിച്ചു. ഈ ബാംഗ്ലൂരിലാണ് പഠിച്ചത്. മാത്രമല്ല ഇവിടെ ഉപരിപഠനം നടത്തിയത് ബാംഗ്ലൂരിലാണ്. ഇതിനുശേഷമാണ് അദ്ദേഹം പോയത്. അദ്ദേഹം ബൾഗേറിയയിലേക്ക് പോയത്. അവിടെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് വരികയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്താണ്, ഏത് കമ്പനിയാണ് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ അത്തരത്തിൽ പൂർണ്ണമായ രീതിയിലുള്ള സ്ഥിരീകരണം
നൽകാൻ ഈ കുടുംബാംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. വീട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അവരെല്ലാം പറയുന്നത് നല്ലൊരു അഭിപ്രായം തന്നെയാണ് ഈ യുവാവിനെ സംബന്ധിച്ചുള്ളത് എന്നുള്ളതാണ്. 39കാരനാണ്, ബാംഗ്ലൂരിലാണ് പഠനം നടത്തിയത്. ഇതിനുശേഷമാണ് വിദേശത്തേക്ക് പോയത്. വിദേശത്ത് വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് വരികയായിരുന്നു എന്നും പറയുന്നുണ്ട് വീട്ടുകാർ. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ബന്ധുക്കൾക്ക്, നാട്ടുകാർക്കൊക്കെ റിൻസനെ കുറിച്ച് നല്ല അഭിപ്രായമാണുള്ളത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളെക്കുറിച്ച് അവർക്ക് യാതൊരു വിവരവുമില്ല. കഴിഞ്ഞ ദിവസം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി ബന്ധു പറയുന്നു. പക്ഷേ ഇപ്പോൾ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിന് കഴിയുന്നില്ല എന്നും ബന്ധു വ്യക്തമാക്കുക.